എല്ലാ വീടുകളിലും കൊച്ചു കുട്ടികളെയൊക്കെ പഴം കഴിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. എത്ര നിർബന്ധിച്ചാലും അവർ കഴിക്കുകയില്ല. ഇതുപോലെ ഒരു പഴമൊക്കെ കൊണ്ട് കയ്യിൽ കൊടുത്താലേ മേടിച്ച് അതിൻ്റെ ഭംഗിയൊക്കെ നോക്കിയിട്ട് അപ്പോഴേ തിരിച്ചു തരും. വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ഒറ്റ ഇരിപ്പ്. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള കുട്ടികളെ പഴം കഴിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? അതിനുള്ള ഒരു ഐഡിയയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. എങ്ങനെയാണ് കൊച്ചു കുട്ടികളെ പഴം കഴിപ്പിക്കുക എന്നതാണ് ഇന്നത്തെ എൻ്റെ ടാസ്ക്. ആ ഐഡിയ എന്തായാലും ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാമേ. എന്നാ പിന്നെ പാചകം അങ്ങ് തുടങ്ങിയാലോ. എന്തായാലും പഴം പാഴിക്കളയാതെ നോക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഐഡിയ ഒക്കെ കണ്ടുപിടിച്ച് വന്നിട്ടുണ്ട്. അതെന്താണെന്നും കൂടി പറഞ്ഞുതരാം. ഇനി ഈ പഴുത്ത ഏത്തപ്പഴം വെച്ചിട്ട് ഒരു പായസം പോലെ റെഡിയാക്കാൻ പോകണം. പായസം തന്നെയാണെന്നൊക്കെ പറയാം. പായസം തന്നെ റെഡിയാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ചേരുവകൾ നോക്കാം. ആദ്യം പഴുത്ത ഏത്തപ്പഴം 2 എണ്ണം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ശർക്കര മധുരത്തിന് ആവശ്യത്തിന് ചേർത്താൽ മതിയാവും. ശർക്കര ഇതുപോലെയല്ല ചേർക്കുന്നത്. ഇതിന് ശർക്കര പാനി ആക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതുപോലെ ഏലക്ക പൊടിച്ചത്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ആവശ്യത്തിന് പാല്. ഞാനൊരു 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് പാലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത്. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നെയ്യും കൂടി വേണം. നെയ്യുടെ കാര്യം പറയാൻ വിട്ടുപോയി. നെയ്യും കൂടി വേണം. ഇത്രയും സാധനങ്ങൾ മാത്രം മതി. ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യമേ തന്നെ ഒരു പാത്രത്തിൽ ശർക്കര മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതായി വരുമ്പോഴേക്കും അരിച്ച് മാറ്റി വെക്കണം. അതിനുശേഷം ബാക്കി പ്രൊസീജിയർ എല്ലാം തുടങ്ങാം. അടുത്തതായി കടായി അടുപ്പത്ത് വെച്ച് അത് നന്നായിട്ട് ചൂടാവുമ്പോൾ ആവശ്യത്തിന് നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത ശേഷം ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യണം. ചൂടായ ശേഷം അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കണം. കിസ്മിസൊക്കെ ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് രണ്ടും ഒരുമിച്ച് അങ്ങ് ചേർത്തത്. ഒരുമിച്ച് ചെയ്തെടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ നെയ്യിലേക്ക് തന്നെ എടുത്തു വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കണം. പഴവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പഴം ഈ നെയ്യിൽ നന്നായിട്ടൊന്ന് വെന്ത് വരണം. നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് ഒരുപാടങ്ങ് പഴുത്തു പോയതല്ല, അതുകൊണ്ട് ഇത്തിരി സമയം എടുക്കും വേവാനായിട്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതിയാവും. ഇതുപോലെ പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച് നോക്കണം. എല്ലാ കുട്ടികളും കഴിക്കും. അത്ര സ്വാദാണ്. എന്തായാലും കുട്ടികൾക്ക് എല്ലാം ഇഷ്ടമാവും. പായസം എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടാത്ത ആരുമില്ലല്ലോ. ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് പറയത്തേ ഇല്ല. ഇത് പഴമാണെന്ന് കുടിക്കുന്നവരടുത്ത് കഴിക്കുന്നവരടുത്ത് പറഞ്ഞാൽ മാത്രമേ അവർക്ക് മനസ്സിലാവൂ. കാരണം ലാസ്റ്റ് ഈ പഴത്തിൻ്റെ ടേസ്റ്റ് ഒന്നും വരില്ല. അടിപൊളി ഒരു പായസം, ഒരു വെറൈറ്റി പായസം തന്നെയാണ്. പഴമെല്ലാം ഇവിടെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ശർക്കരപ്പാനിയാണ്. ശർക്കരപ്പാനി കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതിയാവും. എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കരുത്. ശർക്കരപ്പാനി ചേർക്കുമ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. ആദ്യം കുറച്ചിതുപോലെ ചേർത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. എല്ലാം കൂടി മിക്സ് ചെയ്തു അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ബാക്കി ചേർത്താൽ മതി. ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം ഈ പഴമൊക്കെ ഉടയാതെ കിടക്കുന്ന പഴത്തിനെയൊക്കെ ചെറുതായിട്ട് ഇതുപോലെ അങ്ങ് ഉടച്ചുടച്ചു കൊടുക്കണം. ഇനി ശർക്കരപ്പാനി ബാക്കിയും കൂടി ചേർക്കാം. ഇപ്പോൾ പകുതിയോളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി മധുരം വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത്രയുമായി കഴിഞ്ഞതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിന് ആവശ്യത്തിന് ചേർത്താൽ മതിയാവും. ഏലക്കായും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പാല് കൂടി ചേർക്കാം. എടുത്തു വെച്ചിട്ടുള്ള പാല് ഞാൻ ആദ്യം ചേർത്തു.
ഇനി അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് വറ്റി വരട്ടെ. അതിനുശേഷം ബാക്കി പാല് ചേർത്താൽ മതിയാവും. ഇനി ബാക്കി പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആണെങ്കിൽ അടിക്ക് പിടിക്കുമെന്ന് ഒത്തിരി പേടിക്കേണ്ട ആവശ്യമില്ല. അല്ല നമ്മൾ ഉരുളിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ, ബാക്കി അലൂമിനിയം സ്റ്റീലൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അടിക്ക് പിടിക്കാതെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കറക്റ്റായിട്ട് നിങ്ങളിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. പായസം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി ചേർക്കണം. ഉപ്പ് ചേർക്കുന്നത് ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് കൂടിപ്പോവരുത്, ഒരു പിഞ്ചളവിൽ മാത്രം ചേർത്താൽ മതിയാവും. ഇനി സ്റ്റേജിൽ ആദ്യം വറുത്ത് മാറ്റിയിട്ടുള്ള കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി ചേർക്കാം. എല്ലാം ആയിക്കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഈത്തപ്പഴ പായസം സൂപ്പറായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയിക്കുകയും വേണം. ആശാൻ ദാ ഇവിടെ കളിച്ചുകൊണ്ടിരിപ്പുണ്ട്, കൊണ്ടു കൊടുക്കാവേ. പഴം കഴിക്കാതെ തിരിച്ചു തന്നതല്ലേ, അപ്പോൾ ഇതെങ്ങനെയാണ് എക്സ്പ്രഷൻ എന്ന് നോക്കാം. അങ്ങനെ ഞാൻ പായസം കൊണ്ട് കൊടുത്തു, സന്തോഷമായിട്ട് വാങ്ങി. പായസം ഇഷ്ടമല്ലാത്ത കുട്ടികൾ എവിടെയെങ്കിലും കാണോ? അതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും ഈ പായസം ഒത്തിരി ഇഷ്ടാവും. ഇത് പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് അവരറിയേയില്ല. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒത്തിരി ഇഷ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ഐറ്റം ഒന്ന് ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് ഫീഡ്ബാക്ക് എന്ന് എല്ലാവരും അറിയിക്കണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.